നമസ്കാരം. നമസ്കാരം. ലേഡീസ് അവറിന്റെ ദൃശ്യവിരുന്നുകൾക്കായി കാത്തിരുന്ന ഏവർക്കും വീണ്ടും മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താണ് നമ്മുടെ ടോപ്പിക്? ഇന്നെന്താണ് ടോപ്പിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് ട്രോൾ ചെയ്യാൻ നമുക്ക് ഏറ്റവും ഇഷ്ടം ഉള്ളത് ആൾക്കാർ ജനങ്ങളുടെ ഇടയിലേക്ക് വന്ന് സംസാരിക്കുന്ന ആൾക്കാരെയാണല്ലോ അല്ലേ? അതെ അതെ, ജനങ്ങളുടെ ഇടയിലേക്ക് വന്ന് സംസാരിക്കുന്ന രാഷ്ട്രീയക്കാരെയാണ് ട്രോളിങ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്. അതെ 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 അതെ. അപ്പൊ ശരിക്കും അബദ്ധങ്ങൾ പറയുന്ന ആൾക്കാരുടെ പേരിൽ സ്ഥിരം ഇന്നിപ്പോ അവര് ആക്റ്റീവ് ആണെങ്കിൽ അല്ലെങ്കിൽ പോലും ഈ മൂന്നാർ കയ്യേറ്റത്തിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തന്നെ എന്തുമാത്രം അസംബ്ലിയുടെ അകത്ത് കിടന്ന കുറെ മണ്ടത്തരങ്ങൾ ഇങ്ങനെ ട്രോളായിട്ട് ഡെയിലി വന്നുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഗുണം എന്താ വെച്ചാൽ ആൾക്കാരെല്ലാവരും ഈ കറണ്ട് അഫയേഴ്സുമായിട്ട് വളരെ റിലേറ്റഡ് ആയിരിക്കും. കാരണം ഈ ട്രോൾ എന്താണെന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അന്ന് നടന്ന സംഭവം എന്താണെന്ന് അറിയണം. എങ്കിലേ നർമ്മം കാണത്തുള്ളൂ. പക്ഷെ ആക്ച്വലി വീണ ഇങ്ങനെ ട്രോൾ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ശരിക്കും ഇന്നത്തെ ഈ ഒരു കഴിഞ്ഞ കുറച്ച് നാളുകളിൽ ഉണ്ടായ ഒരു വാക്കാണ് ട്രോൾ. അപ്പൊ പലർക്കും അറിയില്ല ഈ ട്രോളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. ശരിക്കും മീൻകാർ ട്രോളിംഗ്, ഫിഷ് ട്രോളിംഗ് എന്ന് പോകുന്ന പോലെ ശരിക്കും ഒരു വഴിപോക്കൻ ഒരു കാര്യത്തിനെ കുറിച്ച് കണ്ട് അഭിപ്രായം പറയുന്നത്. അത് ഫേസ്ബുക്കിൽ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഇങ്ങനെ നമ്മൾ വായിച്ച് നമ്മളിപ്പോൾ പാസീവ് റീഡേഴ്സ് ആണല്ലോ, നമ്മളിങ്ങനെ വെറുതെ വായിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാൻ തോന്നും. സോഷ്യൽ മീഡിയകളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും അഭിപ്രായം പറയാം. എല്ലാവരുടെ അഭിപ്രായം വലിയൊരു വൈഡ് എറൈ ഓഫ് ആൾക്കാർക്ക് പബ്ലിക്കിലേക്ക് എത്തിക്കാനായിട്ട് ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട്. അതെ അതെ. അപ്പൊ ശരിക്കും ഒരു വഴിപോക്കന്റെ അഭിപ്രായമാണ് ശരിക്കും ട്രോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ചർച്ചാ വിഷയം എന്ന ട്രോളുകളല്ല, നമ്മുടെ ചർച്ചാ വിഷയം എന്ന രാഷ്ട്രീയവും രാഷ്ട്രീയക്കാരുമാണ്. അതായിക്കോട്ടെ അല്ലേ? അപ്പോൾ നമുക്ക് രാഷ്ട്രീയവും രാഷ്ട്രീയക്കാരെ കുറിച്ചും ഒക്കെ കൂടുതൽ സംസാരിക്കാം ആദ്യ സെഗ്മെന്റിന് ശേഷം. ആദ്യ സെഗ്മെന്റ് കണ്ടിട്ട് വരാം. നമസ്കാരം. ഒരു ഗൈനക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ പൊതുജനത്തിൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്ന ഗർഭവും ഗർഭസംബന്ധമായിട്ടുള്ള അസുഖങ്ങളും സ്ത്രീരോഗങ്ങളും ചികിത്സിക്കുന്ന ഒരാളെന്നാണ്. പണ്ടത്തെ കാലത്തൊന്നും കൊച്ചു പെൺകുട്ടികൾ, അതായത് 10-നും 17-നും വയസ്സ് ഇടയ്ക്കുള്ള കുട്ടികളൊന്നും വലിയ രോഗങ്ങളുമായിട്ടൊന്നും ഗൈനക്കോളജിസ്റ്റിനെ തേടി വരാറില്ല. കാരണം അങ്ങനെയുള്ള അസുഖങ്ങൾ വലുതായിട്ടില്ലെന്ന് തന്നെയാണ് കാരണം. വീട്ടിൽ കുടുംബ വ്യവസ്ഥയിൽ സീനിയറായിട്ടുള്ള അമ്മമാരും അമ്മമാരും മുത്തച്ഛിമാരും അപ്പച്ചിമാരും ഒക്കെ ഉള്ളപ്പോൾ തലമുറയായിട്ട് പകർന്നു കിട്ടുന്ന ആരോഗ്യ ടിപ്പുകൾ, അതായത് ആരോഗ്യ സൂചനകളെല്ലാം കുട്ടികൾക്കുള്ളത് കാരണം അവരുടെ ജീവിത രീതിയും വ്യതിയാനങ്ങളായതുകൊണ്ട് വലിയ അസുഖങ്ങളൊന്നും വരാറില്ല. ഉദാഹരണത്തിന് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചോളം 10 വയസ്സ് കഴിയുമ്പോൾ കുട്ടി എണ്ണ തേച്ച് കുളിക്കുക, ശരീരം സംരക്ഷിക്കുക, ചെറിയ ചെറിയ ജോലികൾ ചെയ്യുക, അവരുടെ കാര്യങ്ങളെല്ലാം അവരെ കൊണ്ട് തന്നെ അമ്മമാർ ചെയ്യിപ്പിക്കുക, ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു 10-25 വർഷം മുമ്പ് വരെ. അപ്പോൾ ശാരീരികമായ പ്രശ്നങ്ങൾ, വലിയ രോഗങ്ങളൊന്നും കുട്ടികൾക്ക് വരാറില്ല. പക്ഷേ ഇന്നത്തെ ഈ കോമ്പറ്റിറ്റീവായിട്ടുള്ള ഫീൽഡിൽ കുഞ്ഞുങ്ങൾ പെണ്ണായാലും ആണായാലും ഒരു വിദ്യാഭ്യാസം കൊണ്ട് രക്ഷപ്പെടണം എന്നുള്ള ഒരു തലമുറയാണ് നമ്മുടെ കാലം. അത് കാരണം കൊച്ചിലെ നഴ്സറി മുതൽ ഒരു 19-20 വയസ്സ് വരെയുള്ള സമയത്ത് കുട്ടികൾക്ക് ശരീര സംരക്ഷണത്തിനോ സ്വന്തം കാര്യം നോക്കാനോ, ഒരു പെൺകുട്ടിയാണെങ്കിൽ അവളുടെ മുടി നോക്കാനോ, ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ അവൻ്റെ ശരീരത്തിൻ്റെ അതായത് നല്ലപോലെ എക്സർസൈസ് ചെയ്യാനോ ഒന്നുമില്ലാതെ 24 മണിക്കൂറും സ്കൂളിലും ട്യൂഷൻ ഹോമുകളിലും ചിലവഴിക്കുന്ന ഒരു കാര്യം. പക്ഷേ പെൺകുട്ടികൾക്ക് ഇതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് മാസമുറ സമയത്തുള്ള ധാരാളമായിട്ടുള്ള വയറുവേദന, അമിതമായിട്ടുള്ള രക്തസ്രാവം, ഓവറായിട്ടുള്ള തടി, ഈ തടി കൊണ്ടുള്ള അതായത് മാസമുറ വ്യതിയാനങ്ങൾ, പിന്നെ നമ്മുടെ ശാരീരികമായിട്ടുള്ള ഈ വൃത്തിഹീനത എന്ന് പറഞ്ഞാൽ കുളിക്കത്തില്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്. 24 മണിക്കൂറും വസ്ത്രം പോലും മാറ്റാൻ പറ്റാതെ ഇരിക്കുന്ന സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന ചില രോഗങ്ങൾ, ഇതെല്ലാം കുട്ടികളെ അലട്ടാറുണ്ട്. ഇപ്പോൾ ഈ പ്രായത്തിൽ, അതായത് 10-നും 18-നും ഇടയ്ക്കുള്ള ഒരുപാട് പെൺകുട്ടികൾ ഗൈനക്കോളജിസ്റ്റിൻ്റെ സേവനം തേടിയെത്താറുണ്ട്. അവരോട് ഒരു ചെറിയ ഉപദേശം: വിദ്യാഭ്യാസവും എല്ലാ ആരോഗ്യവും ഒരുപോലെ പ്രധാനമാണ്. നമ്മൾ എത്ര നല്ല പഠിക്കുന്ന കുട്ടിയാണെങ്കിലും ആരോഗ്യം ഇല്ലയെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അതൊരു വലിയ നഷ്ടമാണ്. അപ്പോൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, 1-2 കാര്യങ്ങൾ പറയാം. നമ്മൾ ശരീരത്തിൻ്റെ ഹൈജീൻ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ രാവിലെ കുളിച്ച് വസ്ത്രം മാറി പൗഡറിട്ട് കണ്ണെഴുതി തലമുടി ചീകി പോകുന്നു എന്നൊരു കൺസെപ്റ്റാണ് നമുക്കുള്ളത്. പക്ഷേ ശരീരം, പ്രത്യേകിച്ചും പെൺകുട്ടികൾ പക്വതയർച്ച് മാസമുറയൊക്കെ വന്നു തുടങ്ങിയാൽ നമ്മുടെ ലോക്കൽ ഹൈജീൻ എന്ന് പറയും, അതായത് നമ്മുടെ പ്രൈവറ്റ് പാർട്സ്, ആ ഭാഗത്ത് എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ളത് ബേസിക്കായിട്ട് അമ്മ പറഞ്ഞു കൊടുക്കുകയോ അല്ലെ അതിനെപ്പറ്റി കുട്ടികൾ മനസ്സിലാക്കുകയോ വേണം. ഇപ്പോൾ നമ്മുടെ സ്ഥലത്ത് എന്താ പറ്റുന്നത് വെച്ചാൽ ഈ രാവിലെ 7 മണിക്ക് ട്യൂഷനൊക്കെ പോയി കഴിഞ്ഞാൽ അടിവസ്ത്രം മാറാനോ അങ്ങനത്തുള്ള ഇതിനൊന്നും ഒരു സമയമോ സൗകര്യമോ, ശരിക്കും മൂത്രമൊഴിക്കാൻ സമയമോ സൗകര്യമോ കുട്ടികൾക്ക് കിട്ടാറില്ലെന്നാണ് കുട്ടികളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അറിവ്. അഥവാ സ്കൂളുകളിൽ ബാത്റൂം ഉണ്ടെങ്കിൽ പോലും പെൺകുട്ടികൾ അത് ഉപയോഗിക്കാറില്ല. എല്ലാ മാസവും മാസമുറ സമയത്ത് പാഡ് മാറാൻ പോലുള്ള സൗകര്യം പല സ്കൂളുകളിലും അവർക്കില്ല.
ഇതുകൊണ്ട് ചില രോഗങ്ങൾ വരുന്നുണ്ട്. ഗുഹ്യഭാഗത്ത് ചൊറിച്ചിൽ, പെൺകുട്ടികൾക്കൊക്കെ വെള്ളപ്പൊക്കെ എന്നൊരു അസുഖം എല്ലാവരും വന്ന് ഓടി വന്ന് പറയാറുണ്ട്. ചെറിയ രീതിയിലുള്ള വെള്ള നിറത്തിലുള്ള സ്രവങ്ങളെല്ലാം നോർമലാണ്. പക്ഷേ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ രാവിലെ തൊട്ട് വൈകുന്നേരം അടിവസ്ത്രത്തിൽ ഈ സ്രവങ്ങൾ ഇരുന്ന് അതിന് നിറം മാറി അതിനകത്ത് അണുബാധ ഉണ്ടായി കുട്ടികൾക്ക് ചൊറിച്ചിലും അങ്ങനത്തെ രോഗങ്ങളുമൊക്കെ വരുന്നുണ്ട്. പല കുട്ടികളും തുറന്നു പറയാതെ മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുട്ടികളോട് നമ്മൾ ഇതെല്ലാം നമുക്ക് മാറ്റാൻ പറ്റും. ഇന്നത്തെ കാലത്ത് ഈ വെള്ളസ്രവത്തിനെ പേടിക്കണ്ട. അത് ഈ നാടൻ ഭാഷയെ പറയുന്നത് പോലെ അസ്ഥി ഉരുക്കമോ അസ്ഥിസ്രാവമോ അങ്ങനെയൊന്നും പ്രമേഹമോ ഒന്നുമല്ല. അത് നോർമലായിട്ട് ഗർഭപാത്രത്തിൽ നിന്ന് മെച്യൂറാവുമ്പോൾ അതിൻ്റെ കീഴിലുള്ള ഗ്രന്ഥികളിൽ നിന്നുണ്ടാകുന്ന ഒരു സ്രവമാണ്. അത് ഫിസിയോളജിക്കൽ ഡിസ്ചാർജ് എന്ന് പറയും. അതായത് സാധാരണ സ്വാഭാവികമായിട്ടുള്ളത്. ഇപ്പോൾ യോനിയിൽ അണുബാധ വരുമ്പോഴാണ് ഇത് ചൊറിച്ചിലും മഞ്ഞ നിറമൊക്കെ ആയിട്ട് മാറുന്നത്. അത് പ്രിവെൻറ്റ് ചെയ്യാൻ ചില ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാം. അതായത് രാവിലെ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ വൈകുന്നേരം 7 മണിക്കേ വരുള്ളൂ എന്നുള്ളപ്പോൾ നമുക്ക് ടിഷ്യൂ ഉപയോഗിക്കാം. ഇപ്പോൾ എല്ലായിടത്തും ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമാണ് നമ്മൾ കൈ തുടയ്ക്കുന്ന ടിഷ്യൂ. അതിൽ 2-3 എണ്ണം സ്കൂളിൽ കൊണ്ടുപോവുക. അത് നനയുന്നു എന്ന് തോന്നുമ്പോൾ അത് മാറ്റി വയ്ക്കുക. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നല്ല ഉപയോഗമാകും. അതുപോലെ രാത്രിയിൽ തന്നെ കുട്ടികൾ ആർത്തവ സമയമല്ലാത്ത സമയത്ത് 24 മണിക്കൂർ ഈ ജെട്ടി ഇടുന്നുള്ള സ്വഭാവം മാറ്റിയിട്ട് രാത്രി കിടക്കുമ്പോൾ നല്ല അത് പ്രൊട്ടക്ഷനുള്ള, അതായത് അടവുള്ള നല്ല കോട്ടൺ ഡ്രസ്സുകൾ രാത്രി ഉപയോഗിച്ചാൽ മാത്രം മതിയാവും. പാൻറ്റീസും ബ്രേസിയറും ഇതൊന്നും ഉപയോഗിച്ച് കിടക്കുന്ന ശീലമുള്ള കുട്ടികളത് മാറ്റിയാൽ ശരീരത്തിന് രക്തഓട്ടം ഉണ്ടാവാനും നല്ലപോലെ ഓക്സിജനും കാറ്റടിയൊക്കെ വേണം ശരീരത്തിന്. ഇതിനൊക്കെ സഹായിക്കും. രണ്ടാമത് ആർത്തവത്തിലുള്ള വേദനകളും അതിനുള്ള അമിത രക്തസ്രാവവും അധികം തടി, ഇതെല്ലാമാണ് അടുത്തൊരു പ്രശ്നം എനിക്ക് കാണാൻ കണ്ടിട്ടുള്ളത് ഈ ഏരിയ എല്ലായിടത്തും. ഇപ്പോൾ പട്ടണത്തിലും ഗ്രാമപ്രദേശങ്ങളിലും എല്ലാം കാണുന്നുണ്ട്. ഈ തടി എന്ന് പറയുന്നത് ഒരുപാട് വണ്ണം വേണമെന്നില്ല. അവരവരുടെ ശരീരത്തിൻ്റെ, അതായത് ജോലിക്ക് തക്കോണം നമ്മൾ ആഹാരം കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കൂടുകയില്ല. വ്യായാമം വേണം. ജോലി ചെയ്തില്ലെങ്കിൽ വ്യായാമം ചെയ്യണം. എത്ര പഠിക്കുന്ന കുട്ടിയാണെങ്കിലും എത്ര മാർക്ക് മേടിക്കുന്ന കുട്ടിയാണെങ്കിലും വ്യായാമം ചെയ്യാൻ കുറച്ച് സമയം കണ്ടെത്തണമെന്ന് തന്നെയാണ് എൻ്റെ ഉപദേശം. ദിവസം 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ രാവിലെയോ രാത്രിയിലോ സ്കിപ്പിങ്ങോ ബാഡ്മിൻ്റൺ കളിക്കലോ അല്ലെങ്കിൽ വീട്ടിലുള്ള അമ്മയെ സഹായിക്കാൻ അടുക്കളയിൽ ചെയ്യുന്ന ജോലികളാണെങ്കിൽ തന്നെയും അല്ലെങ്കിൽ നടക്കാൻ പോവുക. കഴിയുന്നതും മാതാപിതാക്കൾ കുട്ടികളെ അടുത്തുള്ള സ്കൂളുകളിൽ വിടാനും സ്കൂട്ടറിലും കാറിലും ബസ്സിലും കയറ്റി വിടാറുണ്ട്. ഇത് മാറ്റിയിട്ട് നടക്കുന്ന ശീലം അവരിലുണ്ടാക്കിയാലും ഒരു പരിധിവരെ അമിതമായുള്ള തടിയും ഒഴിവാക്കാൻ പറ്റും. ഈ തടി എന്ന് പറയുമ്പോൾ അത് ഫാറ്റാണ്. ഈ ഫാറ്റ് എന്ന് യൂട്രസിലും അണ്ഡാശയത്തിലൊക്കെ അടിഞ്ഞ് ഹോർമോൺ വ്യതിയാനങ്ങളുണ്ടാക്കി മാസമുറ തകരാറുകൾ, അമിത രക്തസ്രാവം, ഇതൊക്കെ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ശാരീരികമായിട്ടുള്ള, അതായത് ഫിസിക്കൽ എക്സർസൈസ് കൊണ്ടും ആഹാര രീതിയിലെ ചില വ്യത്യാസങ്ങൾ കൊണ്ടും ഒരു പരിധിവരെ മാറ്റിയെടുക്കാം. ഭക്ഷണക്രമത്തിലേക്ക് ഞാൻ വരികയാണ്. ഇപ്പോൾ നമ്മൾ ചിക്കനും മട്ടണും ബീഫും ഐസ്ക്രീമും പപ്സും നൂഡിൽസും മാത്രം കഴിക്കുന്ന ഒരു കാലമാണ്. ഇതെല്ലാം നമുക്ക് കഴിക്കണ്ട എന്ന് പറയുന്നില്ല, പക്ഷേ മിതമായിട്ട് കഴിച്ചില്ലെങ്കിൽ രോഗങ്ങളുണ്ടാവാം. കൂടുതൽ ഫാറ്റ് ഡെപ്പോസിഷൻ കൊണ്ട് ദേഹത്തെ ബോഡി വെയിറ്റ് കൂടുകയും BMR കൂടിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒക്കുന്ന എക്സർസൈസ് പോലും ചെയ്യാൻ വയ്യാത്ത രീതിയിലുള്ള ഒരു കണ്ടീഷനാണ്. കുറച്ച് നടക്കുമ്പോൾ കിതയ്ക്കുക, ഓടാൻ പറ്റാതിരിക്കുക, സ്റ്റെപ്പ് കയറുമ്പോൾ കിതയ്ക്കുക. ഇതെല്ലാം 10-13 വയസ്സുള്ള കുട്ടികൾ നമ്മളോട് പറയുന്ന കംപ്ലയിൻ്റാണ്. വളരെ ദയനീയമാണ്. അപ്പോൾ അച്ഛന്മാർ സൂക്ഷിക്കുക. കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുമ്പോൾ ബാലൻസ്ഡ് ഡയറ്റ്, ആവശ്യത്തിന് പ്രോട്ടീൻ, ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ്, ആവശ്യത്തിന് ഫാറ്റ്. സ്നേഹം കൂടി ദിവസവും ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുക, ദിവസം ബിരിയാണി വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ചോദിക്കുന്ന ഷാർജ, ഇതൊക്കെ അൺഹെൽത്തി ഡ്രിങ്ക്സാണ്. നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ വീട്ടിൽ വെള്ളം കുടിക്കാം, വീട്ടിൽ ജ്യൂസുകൾ ഉണ്ടാക്കി കുടിക്കാം, ഫ്രൂട്ട്സ് അതുപോലെ തന്നെ അതുപോലെ തന്നെ കഴിക്കാം. ഇതെല്ലാം ശ്രദ്ധിക്കുകയും അമിതമായിട്ടുള്ള ഫാറ്റും കൊഴുപ്പുകളും ഷുഗറും ഇതെല്ലാം ഒഴിവാക്കുകയും ചെയ്യണം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഈ പഠിക്കാൻ പോകുമ്പോൾ ഈ പഠിക്കുന്ന സ്ഥലത്തുണ്ടാകുന്ന ചില സംഘർഷങ്ങൾ, മാനസിക സംഘർഷങ്ങൾ എന്ന് വെച്ചാൽ മാർക്ക് കുറയുക, മാർക്ക് കൂടുക. ഇത് കൂടിപ്പോയാലും വിഷമം, അടുത്ത പരീക്ഷയ്ക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ, കുറഞ്ഞു പോയാലും വിഷമം, അത് എൻ്റെ ജീവിതം എവിടെയെങ്കിലും ചെന്ന് പോകും. ഈ മാനസിക സംഘർഷങ്ങൾ കൂടിയ കാലമാണിത്. അപ്പോൾ എല്ലാ മാതാപിതാക്കളോടും ഒരു അഭ്യർത്ഥന, ഈ കുട്ടികൾക്ക് കൗൺസിലിംഗ് നിങ്ങൾക്ക് തന്നെ കൊടുക്കാവുന്നതാണ്. കൂടുതൽ അവരെ സമ്മർദ്ദത്തിൽ താഴ്ത്താതിരിക്കുക. പ്രത്യേകിച്ചും പരീക്ഷാക്കാലത്ത് മാർക്ക് നമുക്ക് അധ്വാനിക്കുക. പണ്ടത്തെ ആളുകൾ പറയുമല്ലോ, കർമ്മം ചെയ്യുക, ബാക്കി ഫലം ദൈവം തരും. അത് നമ്മൾ കർമ്മം ചെയ്യണം, പക്ഷേ അതിനുള്ള ടെൻഷൻ ഒഴിവാക്കാനുള്ള രീതിയിലുള്ള കൗൺസിലിംഗ് പേരൻസ് കുട്ടികൾക്ക് കൊടുക്കേണ്ടതാണെന്നാണ് എൻ്റെ ഒരു ചെറിയ അഭ്യർത്ഥന.